destination is Bengaluru. Guys, welcome to my new video. ഇന്ന് നമ്മൾ പോകുന്നത് വെച്ചാൽ ബാംഗ്ലൂർ എന്തൊക്കെ ഫ്രീ കിട്ടും, ആ ഫ്രീ കിട്ടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാംഗ്ലൂർ എന്തൊക്കെ ഫ്രീ കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ കുറച്ച് സാധനങ്ങൾ ഫ്രീ കിട്ടുന്ന ബാംഗ്ലൂരിൽ ഒരു ഏരിയ ഉണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തുംകൂർ റോഡിലെ ജിന്ദാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ജിന്ദാലിന് 2-3 പ്രത്യേകതകളുണ്ട്. ജിന്ദാലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലഞ്ച് ഫ്രീ ആണ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഫ്രീ ആണ്, അതുപോലെ തന്നെ സ്കൂളിൽ ഫ്രീ ആണ്. എല്ലാം നല്ല സ്റ്റാൻഡേർഡ്, നല്ല അടിപൊളിയായിട്ടാണ് അവർ കൊടുക്കുന്നതും. ഫ്രീ ആണെങ്കിലും ഫ്രീ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇത് ശരിക്കും ജിന്ദാൽ സിറ്റിയിലുള്ള മെട്രോ സ്റ്റേഷനാണ്. അതായത് ഇത് ശരിക്കും ഇതിൻ്റെ പേര് ചിദ്ബിദിരക്കൽ എന്നാണ്, അതായത് മെട്രോ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലങ്ങളായിട്ട് കാണാം. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലാണ്, ജിന്ദാൽ ഹോസ്പിറ്റലാണ്. ജിന്ദാൽ ഹോസ്പിറ്റലും ജിന്ദാലിൻ്റെ ഫ്രീ ഫുഡ് കൊടുക്കുന്ന ഫ്രീ ക്യാൻറ്റീനും തൊട്ടടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹോസ്പിറ്റൽ കണ്ടിട്ട് നേരെ ജിന്ദാലിൻ്റെ അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ ഇതിന് ഹോസ്പിറ്റലിനകത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. കയറാൻ പറ്റത്തില്ലെന്നല്ല, കയറാം, പക്ഷേ ക്യാമറ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻറ്റീനകത്തും ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഈ ഇടത് സൈഡിൽ അകത്തോട്ട് കാണുന്നതാണ് ജിന്ദാൽ ഹോസ്പിറ്റൽ കേട്ടോ. ഈ ഹോസ്പിറ്റലിന് നിറയെ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇതിനകത്ത് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കൊടുക്കുന്നത് ഓർഗാനിക് ഫുഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 നാച്ചുറോപ്പതി സെൻ്ററാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡ്രഗ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്, യോഗ, ഡയറ്റ്, ഇതൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളി ഫ്രീ ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മൾ അടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിന്ദാലിൻ്റെ ക്യാൻറ്റീനിലേക്കാണ്. ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്താണ് ക്യാൻറ്റീൻ. അവിടെ ഡെയിലി ഒരു 500 പേര് കൂടുതൽ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ 11:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 11:30. ലഞ്ച് മാത്രമേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇല്ല. ഉച്ചയ്ക്ക് 11:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മണി വരെ ഫുഡ് കാണും. ഇതിനിടയ്ക്ക് ഫുഡ്, അതായത് അവർ ഡെയിലി ഒരു ക്വാണ്ടിറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1:45, 1:30 ആകുമ്പോഴത്തേക്ക് കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 മണി വരെ തന്നെ അവിടെ ഫുഡ് ഉണ്ടാകുന്നതാണ്. ഈ കാണുന്നതാണ് ജിന്ദാലിൻ്റെ ക്യാൻറ്റീൻ. ഇവിടെ ഡെയിലി ഓരോരോ ഡിഷസാണ് കൊടുക്കുന്നത്. ഇന്ന് ബിസിബെല്ലെ ഭാഗത്തായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇവിടെ ക്യാമറ അലൗഡല്ല, ഞാൻ ഒളിച്ചു വെച്ച് വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ല, നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ഫീൽ ഒരിക്കലും വരില്ല. തന്നെ നിറയെ സെക്യൂരിറ്റീസും നിറയെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്, അത് ചെക്ക് ചെയ്യാനും കാര്യങ്ങളും. അതിനൊക്കെ വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേട്ടോ. അടുത്ത നമ്മൾ പോകുന്നത് ജിന്ദാൽ സ്കൂളിലേക്കാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ അവരുടെ ജിന്ദാലിൻ്റെ തന്നെ അലൂമിനിയം ഫാക്ടറി ഉണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് കടന്നു പോകാം. ഇതാണ് സ്കൂൾ, ജിന്ദാൽ പബ്ലിക് സ്കൂള്. ഒരു കാരണവശാലും ഇത് ഫ്രീ ആണെന്നുള്ള രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടാണ്. നമ്പർ 1 സ്കൂളാണ് ഇവിടുത്തെ. നല്ല സ്റ്റാൻഡേർഡും നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂളിനോട് ചേർന്ന് ജിന്ദാൽ ഒരു വുമൻസ് കോളേജ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ ഇന്നാണ് അത് വുമൻസ് കോളേജ് ശ്രദ്ധിക്കുന്നത്. അത് ജിന്ദാൽ വുമൻസ് കോളേജ് ആൻഡ് പ്രീ യൂണിവേഴ്സിറ്റി എന്നാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. എനിക്ക് അതിൽ കൂടുതൽ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതാണ് ജിന്ദാലിൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ഇവിടെ ജിന്ദാലിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് തുംകൂർ റോഡിൽ, മെയിൻ റോഡിൽ കയറുമ്പോൾ അവിടെ നിന്നുള്ള വിഷ്വൽസാണ് ഈ കാണിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ജിന്ദാലിൻ്റെ വിശേഷങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിന്ദാലിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ എനിക്ക് പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ എനിക്കറിയാവുന്ന ബാംഗ്ലൂർ സ്റ്റോറികളുമായി വരുന്നതായിരിക്കും. അപ്പം അത് വരണമെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.